പറയുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 38-ാം സങ്കീർത്തനം 5-ാം വാക്യം. എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞ് നാറുന്നു. പാപം മൂലമുണ്ടാകുന്ന ആത്മീയവും വൈകാരികവുമായ വേദനയെക്കുറിച്ചാണ് ദാവീദ് ഇവിടെ പ്രസ്താവിക്കുന്നത്. എൻ്റെ മുറിവുകൾ എൻ്റെ വിഡ്ഢിത്ത നിമിത്തം ദുഷിച്ചിരിക്കുന്നു. കുറ്റബോധത്തിൻ്റെയും ലജ്ജയുടെയും ദൈവത്തിൽ നിന്നുള്ള വേർപിരിയലിൻ്റെയും ഭാരം ദാവീദ് പങ്കുവയ്ക്കുന്നു. പാപം എപ്പോഴും മുറിവുകൾ അവശേഷിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയ്ക്ക് മാത്രമേ അവയെ സുഖപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. പാപം വെറുമൊരു തെറ്റല്ല, അത് ഏറ്റുപറയാതെ ഇരിക്കുമ്പോൾ ആത്മാവിനെ ബാധിക്കുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യും. പ്രിയ സ്നേഹിതരെ, പാപം ചെറുതായി ജീവിതത്തിൽ ആരംഭിച്ച് അത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ അത് വഷളായി ദുർഗന്ധം വമിക്കുവാൻ തുടങ്ങും. നമ്മുടെ ബന്ധങ്ങളെയും നമ്മുടെ സമാധാനത്തെയും നമ്മുടെ ആരോഗ്യത്തെയും അത് നശിപ്പിക്കും. ചികിത്സിക്കാതെ വരുമ്പോൾ ശരീരത്തിലെ അണുബാധ ശരീരം മുഴുവൻ വ്യാപിക്കുന്നത് പോലെ പാപം അത് ഏറ്റു പറയുന്നതിന് പകരം മറച്ചുവെച്ചാൽ ആത്മാവിനും ശരീരത്തിനും നാശം വിതയ്ക്കും. നമ്മുടെ പാപ സ്വഭാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരം സൗഖ്യമുള്ളതായി രൂപപ്പെടും. പ്രാർത്ഥിക്കാം. ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന കർത്താവേ, എൻ്റെ പാപത്തിൻ്റെ മുറിവുകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.